ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞത് വിശ്വസിക്കുന്നില്ല യേശുവാന്ന്. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഹരിച്ചില്ല താവോട്ടിറക്കി എഴുതി വെച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നില്ല അല്ലേ? അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ലെന്ന് പറയുമ്പോ അതിനകത്തുള്ള ഒരു കാര്യം യേശുക്രിസ്തുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു കാര്യം എടുത്തിട്ട് ഇത് ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ലേ? അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ലേ? സിമിലാരിറ്റി അത് അത്ഭുത മന്ത്രി, യോസേഫ് ദൈവം, ഉറക്കമുണർന്നു. സമാധാന പ്രഭു, അല്ല ഈ ഇതൊക്കെ പേരുകൾ പിന്നെ ആരെ കുറിച്ചുള്ള അല്ല, പ്രവചനമാണ്? യോസേഫ് അത് പറ. ആ ഉറക്കമുണർന്നു, പ്രവചനത്തിന്റെ ബാക്കി എന്താ? പരിശുദ്ധാത്മാവിനാൽ ഒരു ഗർഭിണിയായി, മിനിറ്റ്, യോസേഫ് ഉറക്കമുണർന്നു. ഇതൊന്നും യേശു അല്ല. ഞാൻ സംസാരിച്ച് തീരട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അതിന്റെ ബാക്കി അങ്ങനെ ജനിക്കുന്ന കുഞ്ഞിന് ഈ പേരുകളിൽ വിളിക്കപ്പെടും. ആ വിളിക്കപ്പെടുന്നതിനെ കയറി പിടിക്കാതെ കന്യക ഗർഭിണിയായല്ലേ? അപ്പൊ യേശുക്രിസ്തുവിനെ കന്യകയല്ലേ ഗർഭിണിയാക്കിയത്? യേശുക്രിസ്തുവിനെ കന്യകയല്ലേ ഗർഭിണിയാക്കിയത്? അതാണ് നിങ്ങൾ പിടിക്കുന്നത്. ഇതെന്തൊരു ദുർബലവാദമാണ്. ആ പ്രവചനത്തിന്റെ ബാക്കി എന്തുകൊണ്ട് എടുക്കുന്നില്ല? ആ പ്രവചനത്തിന്റെ ബാക്കി അല്ല, എന്തുകൊണ്ട് ഇവിടെ എടുക്കുന്നില്ല? മത്തായി ഇതുകൊണ്ട് പറയുന്നത് തിരിച്ചറിയുന്നില്ലല്ലോ. മൊത്തം എടുക്കുന്നില്ല, ഈ ഞങ്ങൾ 7 മാത്രം ഇപ്പൊ ഒരു എടുക്കാം. മിനിറ്റ്, ഇനിയും വായിക്കണോ? വായിക്ക് ഒഴിവാക്കി വിടാൻ കേസ്, എന്നിട്ട് ചർച്ച മുമ്പോട്ട് പോട്ടെ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. കൊട്ടേഷൻ എഴുതിക്കുന്നത് പഴയ നിയമത്തിലെ എടുത്ത് എഴുതിക്കൊണ്ട് കൊട്ടേഷൻ എഴുതിക്കാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മളുടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. ഇത് പറഞ്ഞത് പരിശുദ്ധാത്മാവും മത്തായും എഴുതി വെച്ചിരുന്ന പരിശുദ്ധാത്മാവിനെ എഴുതി വെച്ചത് തെറ്റാണ്. ആണെങ്കിൽ നമുക്ക് ഈ വാദം ഇവിടെ നിർത്തി അടുത്തതിലേക്ക് പോവാം. ആ ചെറുക്ക് ഒതുങ്ങുന്നുണ്ടോ നോക്കട്ടെ, അതിനെ വിളി. ഉറപ്പാ പൂർത്തീകരിച്ച പ്രവചനമായിട്ടാണ് അവിടെ മത്തായി എഴുതി വെച്ചത്. പൂർത്തീകരിക്കപ്പെട്ട പ്രവചനമാണ്. പിന്നെ അതല്ലെന്നുള്ള വാദം ഉണ്ടെങ്കിൽ മത്തായിക്ക് തെറ്റു പറ്റിയ അത് നോയൽ പറയട്ടെ, നമുക്ക് നിർത്തിയേക്ക് ഇവിടെ വെച്ച് ഈ ആ ഭാവം. വിളി, അവന് ഉറപ്പാന്ന് തോന്നുന്നു. ചെറുക്ക ഇല്ല. കേട്ടു. എന്തുവാ പ്രശ്നമാ, ഒന്നിക്ക് മത്തായി അല്ല നോയല്. എന്തുവാ ഞാൻ ഇടയ്ക്ക് ബ്രെഡ് കഴിക്കാൻ പോയി. എന്തുവാ? കുറച്ചേ ഞാൻ കേട്ടുള്ളൂ. വചനം വെച്ച് തന്നെ സംസാരിക്കാം. പരിപാടിയാ. വചനം വെച്ച് തന്നെ സംസാരിക്കുമ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. അവൻ താഴെ യേശു എന്ന് പറയുന്നുണ്ട്, ആ ജനിച്ച കൊച്ചു. അപ്പൊ അവിടെ മത്തായി പറയുന്നത് സംഭവിച്ചു എന്ന് പരിശുദ്ധാത്മാവിലാണ് ഈ വചനം എഴുതുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നോയൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. മത്തായിയെ കള്ളനാക്കണമെന്ന്. ഞാൻ മത്തായി കള്ളനാക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? ഇതൊക്കെ സംഭവിക്കുവാനായി ഇങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം സംഭവിക്കാനുണ്ട്, അത് സംഭവിക്കുവാനായി ഇങ്ങനെ സംഭവിച്ചെന്ന്. അങ്ങനെ തന്നെയാണ്. ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മളോട് എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. ഇതൊക്കെ നിവർത്തിയാകുവാൻ, ഒരു മിനിറ്റ്, ഇതൊക്കെ നിവർത്തിയാകുവാൻ, ഇതൊക്കെ സംഭവിക്കുവാനായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോ ഇപ്പൊ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ മഗ്ദാനയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഫ്യൂച്ചർ ടൈമാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആ കാലഘട്ടത്തില് വിളിക്കപ്പെടും എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇപ്പോ വിളിക്കപ്പെട്ടു എന്നുള്ളതുമല്ല. ഇനി ഫ്യൂച്ചറിൽ വിളിക്കപ്പെടുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഇമ്മാനുവേൽ എന്നുള്ള പേര്. മത്തായിയുടെ സുവിശേഷത്തില് ഫ്യൂച്ചർ ടൈം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, പ്രസന്റ് അല്ല ഫ്യൂച്ചർ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചോദ്യം അവിടെ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ ഉപയോഗിച്ചേക്കുന്നല്ല, കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞത് പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ? ലാഭനെ ഒരു മിനിറ്റ്, പറയുന്നത് ഈ പ്രവചനം നിവൃത്തിയായിട്ടില്ലെന്നാ പുള്ളി പറയുന്നേ. അല്ല ലാഭനെ ഒരു മിനിറ്റ്. അതെ, ഇത് ആര് വിളിച്ചാൽ ഈ വാക്യം ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഇത് നിവൃത്തിയാകുന്നത് എപ്പോഴായിരിക്കും? ഈ വരുന്ന പേഴ്സണെ ഇങ്ങനെ വിളിക്കുമെന്നാണ് പ്രവചനത്തില്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ വരുമ്പോൾ ആ ജനറേഷനുള്ളവർ ഈ കാലഘട്ടം, ഈ പേഴ്സൺ ഏത് കാലഘട്ടത്തിൽ ജനിക്കുന്നോ ആ കാലഘട്ടത്തിലുള്ളവർ ഈ പേരിൽ വിളിക്കപ്പെടണം. ഈ പേഴ്സൺ ഏത് കാലഘട്ടത്തിൽ ജനിക്കുന്നോ ആ കാലഘട്ടത്തിലുള്ളവർ ഈ പേരിൽ വിളിക്കപ്പെടണം. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഏത് വ്യക്തി എപ്പം ജനിക്കണോന്ന് ഈ പറയുന്നേ? മനസ്സിലായില്ല, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ.
അങ്ങനെയാണോ പറഞ്ഞത്? കന്യക ഗർഭിണിയാവണ്ടേ? നിവൃത്തിയായില്ലല്ലോ. ആ വൃത്തിയായോ? പ്രവചനം നിവൃത്തിയായിട്ടില്ല. എന്നാലല്ലേ അത് നിവൃത്തിയാവുന്നത്. നിക്ക് ഞാൻ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഇത് ആ എന്തോ മനസ്സിലായില്ല. നോയൽ എന്ന് പറഞ്ഞ് ഈ സംഭവം ഇനി എന്ന് സംഭവിക്കുമെന്നാ പറയുന്നത്? ഈ സംഭവം അവിടെ ടൈമും വർഷവും ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെ പറയാന്? ഈ സംഭവം അവിടെ ടൈമും വർഷവും ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെ പറയാന്? ഈ സംഭവം അവിടെ ടൈമും വർഷവും ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെ പറയാന്? നിക്ക് ഈ പറയുന്ന ഈ ജനനം ഇപ്പൊ നടന്നിട്ടുണ്ടോ? ഇതിനകത്ത് ഈ പറയുന്ന 22-ാം വാക്യം ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു പേഴ്സൺ ഈ നിമിഷം വരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ജനിച്ചതുള്ളതായിട്ട് തെളിയിക്കാൻ കണ്ടോ? സാധിക്കത്തില്ല. അത് അപ്പൊ ഇമ്പോസിബിൾ യേശുവിനെയും ആണ്. തള്ളി. നിക്ക് ഈ പറയുന്ന ഈ ജനനം ഇപ്പൊ നടന്നിട്ടുണ്ടോ? ഇതിനകത്ത് ഈ പറയുന്ന 22-ാം വാക്യം ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു പേഴ്സൺ ഈ നിമിഷം വരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ജനിച്ചതുള്ളതായിട്ട് തെളിയിക്കാൻ കണ്ടോ? സാധിക്കത്തില്ല. അത് അപ്പൊ ഇമ്പോസിബിൾ യേശുവിനെയും ആണ്. തള്ളി. അടിപൊളി. അപ്പൊ ഇത് യേശുവിനെ കുറിച്ചുള്ള ജനനം അല്ലയോ പറയുന്നത്? യേശുവിനെയും തള്ളി. ഈ പോർഷൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിലല്ല പറയുന്നത്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അടിപൊളി. പ്രവചനത്തിലാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കും. തള്ളി. എന്നാ ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ എല്ലാത്തിനും തീർപ്പാക്കാം. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് എവിടെങ്കിലും പഴയ നിയമത്തിൽ പ്രവചനം ഉണ്ടോ? പഴയ നിയമത്തിൽ പ്രവചനം ഉണ്ട്. അത് എന്റെ യേശുക്രിസ്തുവിനെ താഴെ കുറിച്ചുള്ള ഒരാള് പറയുന്ന ഇത് ഒരു മിനിറ്റ് അത് കറക്റ്റ് ഞാൻ ആയിരിക്കും എഴുന്നേൽക്കട്ടെ. കേട്ടോ. ഒരു മിനിറ്റ് നമുക്ക് വിമല് പറയുന്ന ഇത് ഞാനൊന്ന് പൊന്നാറയുടെ പറയട്ടെ. ആളാന്ന്. അത് കറക്റ്റ്. ഒരു സെക്കൻഡ്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന പ്രവചനം എവിടെയാ മോനെ? പഴയ നിയമത്തിൽ ഞാൻ ബൈബിൾ എടുത്തു. യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ ഈ പറയുന്നുണ്ട്. ഒരെണ്ണം പറ. ഏതൊക്കെയാ? കേട്ടില്ല. ഒരെണ്ണം പറ. അഞ്ചാറെണ്ണം പറ. ഒന്നാദ്യം അത് പറ. ശരി. ഒരുപാട് പ്രവചനം പറയുന്നുണ്ട്. അതിലിപ്പോ പെട്ടെന്ന് ഇപ്പൊ ഏതെങ്കിലും ഒന്ന് പറയാൻ തോന്നുന്നു. ഏതെങ്കിലും ഒരെണ്ണം പറ. ആരും ഒരു മൈക്കെടുക്കല്ലേ. മിനിറ്റ് ഞാൻ ബൈബിള് തുറന്നു. ഓക്കെ, ഒരു മിനിറ്റ് പറയട്ടെ. അപ്പോ എവിടെയാ? എന്താണ് ഈ നേരത്തെ പറഞ്ഞ വാദത്തിലേക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ എന്താണ് ഓക്കെ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രവചനം ഉണ്ടെന്ന് നോയൽ പറയുന്നു. ആ വാക്യം എവിടെയാണ്? നോക്കട്ടെ, അതൊന്ന് പറഞ്ഞു. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ വന്നിട്ട് വാക്യം ചോദിച്ചപ്പോ ഞാൻ എന്തോ പറയാനാ? കുറച്ചു സമയം കൊടുക്ക്. ജമിനി എടുക്കാൻ സമയം കൊടുക്ക്. എത്ര സമയം വേണം വാക്യത്തിൽ എടുക്കാൻ? എത്ര സമയം വേണം? ആരും മൈക്ക് എടുക്കില്ല. എത്ര സമയം വേണം? ഒരു 5-6 മിനിറ്റ് ഞാൻ എടുത്തോണ്ട് വരാം. എന്നാ ഞങ്ങൾ 6 മിനിറ്റ്. അല്ല ഞാൻ ചോദിച്ചു. ഒരു മിനിറ്റ് ഞാൻ പറയാം. അല്ലല്ല, നോയലെ ഇവിടെ ഞാൻ ചോദിച്ചത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള ഉണ്ടെന്ന് നോയൽ സമ്മതിച്ചു. അപ്പോൾ ആ പ്രവചനം പഴയ നിയമത്തിൽ എവിടെയാണെന്നുള്ളതാ ചോദിച്ചത്. അതിന്റെ വാക്യമാണ് വേണ്ടിയത്. എന്നോട് ഈ റൂമിന്റെ റീപ്ലേ വിടാനെന്നാണ് എന്നോട് ബെൻസൺ പാസ്റ്റർ പറഞ്ഞത്. എന്തുവാ ഞാൻ പറഞ്ഞ? എന്തുവാ? അപ്പൊ ബെൻസൺ പാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നത്? ചോദിച്ചത് പഴയ നിയമത്തിൽ. എന്നോട് ഞാൻ കേട്ടത് അങ്ങനെയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം അല്ല. ജനനത്തെ കുറിച്ചൊന്ന് നോയൽ പറയുകയും ചെയ്തു. ജനനത്തെ കുറിച്ച് പ്രവചനം ഉണ്ടെന്ന് പറഞ്ഞു. ക്രിസ്തുവിനെ കുറിച്ച് പ്രവചനമുണ്ട്. അങ്ങ് ജനനവും ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ജനനമൊന്നും ഞാൻ കേട്ടില്ല. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് എവിടെങ്കിലും പഴയ നിയമത്തിൽ പ്രവചനം ഉണ്ടോ? യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് എവിടെങ്കിലും പഴയ നിയമത്തിൽ പ്രവചനം ഉണ്ടോ? യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് എവിടെങ്കിലും പഴയ നിയമത്തിൽ പ്രവചനം ഉണ്ടോ? യെശയ്യാവ് 53:5 നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ പ്രവചനം നിവൃത്തിയായോ? ഓക്കെ, ഇവിടെ ആ ഒരു പോഷൻ വെച്ചിട്ട് വേണേ നിവൃത്തിയായി ഊഹിക്കാം. പക്ഷെ എന്റെ മൊത്തം പോഷൻ വായിച്ചു നോക്കാത്തത് കൊണ്ട് ഉറപ്പിച്ചു പറയണം. ഊഹം ഇവിടെ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ മൊത്തം വായിച്ചു നോക്കണം. എന്നാ പിന്നെ മൊത്തം വായിക്കാം. ഓക്കെ. ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. വേറെ ഇതുവരെ പറഞ്ഞതെല്ലാം പഠിച്ചിട്ട് അതിനെ പറ്റിയിട്ട് മൊത്തം പഠിച്ചിട്ട് ഞാൻ പിന്നീട് പറയാം. അതിന് പഠിക്കണോ? എനിക്ക് പഠിക്കണം. ഞാൻ പഠിക്കാതൊന്നും പറയത്തില്ല. വേറെ ഇതുവരെ പറഞ്ഞതെല്ലാം പഠിച്ചിട്ട് പറഞ്ഞ ഇത് പഠിച്ചിട്ട്
നമ്മുടെ കാര്യത്തിന് തീരുമാനമാവും. കാരണം ഇതിപ്പോ എന്താ ഇപ്പം ഇത് സമയം വേണം, എത്ര ദിവസം വേണം ഇത് പഠിക്കാൻ? നാളെ വൈകിട്ട് പറയാം. കുരുളച്ചനോട് ചോദിക്കണോ? പറയാം. എനിക്ക് പുള്ളിയോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അപ്പൊ നാളെ വൈകിട്ട് പറയാം. ഈ 14 അംഗീകരിച്ചോ? 52 യെശയ്യാവ് 52:14 അവന്റെ രൂപമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് ഇത് കഴിഞ്ഞല്ലേ? ഇതെല്ലാം ബേസിക്കലി അപ്പുറം ഇപ്പുറം ഉള്ളതല്ലേ. അതും പഠിച്ചിട്ട് ഞാനത് നാളെ വൈകിട്ട് ബേസിക്കലി ഞാൻ അപ്പുറം പറയാം. ഇപ്പുറം മിന്നി മാഫിക്കലം ഇന്ത്യഗുലി കഴിഞ്ഞോ ഇല്ലയോ? ഖലാസ് അല്ല മഹലാസ്. ഓക്കെ. ഈ 53 പഠിക്കുമല്ലേ, 52 കൂടെ പഠിച്ചിട്ട് നാളെ വൈകിട്ട് പറയാം. 52 ഇതിന് 50 അല്ല 52 നോയലിന്റെ 52 കൂടെ യേശു പഠിച്ചിട്ട് നാളെ ജനിച്ചിട്ടുണ്ടോ? പറയാം. നോയല് പറയുന്ന യേശു 52 ജനിച്ചായിരുന്നോ? പഠിച്ചിട്ട് നാളെ പറയാവുന്നോ? നാളെ നാളെ പറയാം. യും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇത് പ്രവചനം കഴിഞ്ഞാണോ? ഓക്കെ. ബെൻസൺ മാസ്റ്ററിന് ഏതൊക്കെയാ വേണ്ടത് അതൊക്കെ ആ റെഫറൻസ് ഒക്കെ എടുത്ത് എനിക്ക് DM ൽ ഇട്ട് തരിക. ഞാൻ നാളെ പഠിച്ചിട്ട് ആരെ പറ്റിയാണ് എന്ന് വ്യക്തമായി എണ്ണി പറഞ്ഞു തരാം. മതി മൂന്നാളെ എല്ലാം പഠിച്ചിട്ട്. അതായത് ക്രിസ്തുവിന്റെ ജനനം വരെയുള്ള ആ വെളിച്ചത്തിൽ നിന്നാണ് ആ പേഴ്സൺ വരേണ്ടത്. ആ പേഴ്സൺ ആരാണ്? അദ്ദേഹത്തിന്റെ ആ ഉദ്ദേശം പേഴ്സൺ എന്താണ്? ജനിച്ചു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ആ പേഴ്സൺ ആരാണ്, എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാവോ? ഇത് യേശുക്രിസ്തു ആണോ? എനിക്കറിയാവോ? അല്ല, അത് അത് ദൈവം യേശുക്രിസ്തു ആണോ? കൊടുത്തതല്ലേ. അത് യേശുക്രിസ്തു ചേട്ടാ, ആണോ എന്ന്? ഞാൻ എന്റെ ഉത്തരം ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ. ആ പേഴ്സൺ വന്നു കഴിഞ്ഞാലല്ലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ആ എന്ന് പേഴ്സൺ വരും? വന്നിട്ടില്ല. എന്റെ ഉത്തരം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ. അറിയില്ല എന്ന് പറഞ്ഞു. അത് അല്ല, അറിയത്തില്ല. ഓക്കെ, അറിയത്തില്ല. ഞാൻ ജിജി വേറെ എന്റെ ഒരു സെക്കൻഡ്. അത് യേശു അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, അത് യേശു അല്ലെങ്കിൽ കന്യകയിൽ പുരുഷ സമ്പർക്കമില്ലാതെ ഇനി ആരായിരിക്കും? അത് യേശു ജിജി എന്ന് ഞാൻ ഞാൻ ചോദിച്ചോട്ടെ? പറഞ്ഞോ? അപ്പൊ അത് യേശു എന്ന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോടോ. ചോദിക്കുന്നത്, ഓക്കെ, ജിജി ഞാൻ വേറെ എന്റെ ഒരു സെക്കൻഡ്, അത് യേശു അല്ലെങ്കിൽ ഒരു സെക്കൻഡ്, അത് യേശു അല്ലെങ്കിൽ കന്യകയിൽ പുരുഷ സമ്പർക്കമില്ലാതെ ഇനി ആരായിരിക്കും ജനിക്കാൻ പോകുന്നത്? യേശു അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഉത്തരവല്ലേ ഞാൻ പറഞ്ഞത്. ആ പേഴ്സന്റെ ജനനശേഷമേ നമുക്കറിയത്തുള്ളൂ. യേശു ആ കുറിച്ച് ജനിക്കുന്നതിന് മുമ്പ് പേഴ്സൺ യേശു എന്തിനാണ് ക്രിസ്തുവിനെ കുറിച്ച് കന്യകയിൽ ജനിക്കുന്നതെന്നാ ചോദിക്കുന്നത്? കന്യകയിൽ ജനിക്കേണ്ട കാര്യം എന്തുവാ? ഞാൻ പറയട്ടെ. ആ അതായത് ആ പേഴ്സണെ വിളിക്കുന്നതിന് വിശേഷണങ്ങൾ തന്നെ എന്തുവാ? അപ്പൊ ആ വിശേഷണങ്ങളിൽ പ്രകാരം വിളിക്കപ്പെടുമെങ്കിൽ ആള് കന്യകയിൽ ജനിക്കണ്ടേ? കൂടാതെ ഇനി ഒരു ദൈവം കൂടെ കന്യകയിൽ ജനിക്കും, അങ്ങനെയല്ലേ? ഇനി ഒരു അതൊക്കെ ആ വ്യക്തി പേഴ്സൺ വന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറയാൻ ഓൾറെഡി പറഞ്ഞു പറ്റത്തില്ല. കഴിഞ്ഞു. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് യഹൂദന്മാർ യേശുക്രിസ്തുവിനെ പറ്റി എന്താ മനസ്സിലാക്കിയത്? വലിയൊരു വീരനാം രാജാവ് ദൈവമല്ലേ വരുന്നല്ലേ. നോയലെ? വീരനാം ദൈവമല്ലേ ജനിക്കാൻ പോന്നെ? അപ്പൊ നിലവിൽ ഒരു ദൈവം ഞാൻ നോയലിനുണ്ട്. പറയട്ടെ. ഞാൻ ഓക്കെ, അപ്പൊ ഈ വിളിക്കപ്പെടൂന്ന് പറയാന് അപ്പൊ ഇപ്പൊ നാളെ ഇദ്ദേഹം ജനിച്ചെന്ന് വെച്ചു. അപ്പം ഇതെങ്ങനെ, ആര് വിളിക്കും? എവിടെ ഈ മനുഷ്യൻ ജനിക്കും? ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇപ്പൊ ഇദ്ദേഹം റിയൽ ആയിട്ട് തന്നെ ജനിച്ചെന്ന് തന്നെ വിചാരിച്ചു, താങ്കൾ പറയുന്ന രീതിയിൽ. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. കന്യകയിൽ നിന്നായിരിക്കും. ഇത്രയും പേരുകൾ ആ മനുഷ്യനിൽ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ആ മനുഷ്യന്റെ ക്രൈറ്റീരിയ. അപ്പൊ ഓക്കെ, ഇങ്ങനെ ഒരു ഇനി പേഴ്സൺ വന്നു കന്യകയിൽ കഴിഞ്ഞാൽ ആ നിന്നാന്ന് വിചാരിച്ചോ? പേഴ്സൺ കന്യകയിൽ നിന്നാണ് പെട്ടിരിക്കും. യഹോവ നിന്റെ മേലും നിന്റെ ജനത്തിന്റെ മേലും നിന്റെ പിതൃഭവനത്തിന്റെ മേലും എഫ്രയീം യഹൂദിയെ വിട്ടുപിരിഞ്ഞ നാൾ മുതൽ വന്നിട്ടില്ലാത്തൊരു കാലം വരും, അശൂർ രാജാവിനെ തന്നെ. എന്താണ് ഇതിനകത്ത് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അശൂരൊക്കെയും വരും. അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആലോചിച്ച് ചോദിക്കേ. അശൂർ രാജാവിൽ നിന്ന് ക്രിസ്തുവിന് എന്തോ കിട്ടി? താങ്കളുടെ അഭിപ്രായം പറ. ജീസസിനെ ഇപ്പൊ താങ്കൾ വിട്ടില്ലേ, ഇപ്പം വേറെ ആളാണല്ലോ. അതുമായിട്ട് എന്താണ് ബന്ധം? അവിടുന്ന് അതാ പറഞ്ഞ, ഇന്ന് അവിടുന്ന് അസീറിയൻ താഴേക്ക് കിങ്ഡം ഉണ്ടോ? വരുമ്പോ ഇന്ന് അസീറിയൻ കിങ്ഡം ഉണ്ടോ? ഒരു മിനിറ്റ് പറയട്ടെ. അസീറിയ ഒന്നും കൂടെ പുനർരൂപീകരിക്കപ്പെട്ടാലും അതിൽ അതിശയിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അസീറിയ ഒന്നും കൂടെ തിരിച്ചു വന്നുകൂടെ ഭൂമിയിൽ? ഓ, ഓക്കെ. അപ്പൊ ഇനി അസീറിയൻ കിങ്ഡം വരും അപ്പൊ അങ്ങനെ വരുമ്പോ. ഓക്കെ, അതെ. ഒരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അങ്ങ് ഇറങ്ങുക. മോനെ നോയലെ, ഈ നോയലിന് എന്തായാലും യേശു ക്രിസ്തു അവിടെ ഉണ്ട്. അമ്പും ബില്ലും എടുത്തോണ്ടിരുന്നു. അപ്പൊ അമ്പും ബില്ലും ഒക്കെ വരുമായിരിക്കും ഇനി പഴയ പോലെ അല്ലേ, തോക്കൊക്കെ വിട്ടിട്ട്. നോയലെ ഉറപ്പിച്ചത് ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ? ഓക്കെ, ഫൈൻ. ആ വാക്യവും ഞാനിപ്പോ എക്സാക്ട് റെഫറൻസ് എല്ലാം ഓർത്തിരിക്കുക. ഞാൻ AI ഒന്നും അല്ലല്ലോ. എക്സാക്ട് വാക്യം എനിക്കിപ്പോ ഓർമ്മയില്ല. വേണേ നാളെ മറവി ബാധിച്ച് മറവിയാ ഇത് മൊത്തം പ്രശ്നം.
മോനെ നോയലിന് നീ ഒത്തിരി എവിടെ മറവിയുണ്ട്. പോയാലും നിന്നെ ഞാൻ വിടൂല. അപ്പൊ ഈ അമ്പും ബില്ലും ഒക്കെ ഇനിയും വരുമോ? അവര് അമ്പും ബില്ലും ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ജനങ്ങൾ ഇനി അമ്പും ബില്ലിലേക്ക് മടങ്ങി പോകുന്നതാണോ നോയൽ പറയുന്നത്? അതിന്റെ ബാക്കി നാളെ തരാന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, നാളെ 5 മണിക്ക് ഞാൻ പറഞ്ഞില്ലേ? അത് നല്ലൊരു മറുപടിയാ. യേശു അപ്പൊ വാതിലെന്ന് പറഞ്ഞ നീ എങ്ങനെ എടുക്കുന്നത്? അങ്ങനെ എടുക്കാം. ബൈബിളിനെ തിരുത്താം. ക്രിസ്തു ആത്മീകമായി വാതില് തന്നെയാണ്. ആത്മീകമായി ലിറ്ററിൽ എടുത്താൽ അത് കറക്റ്റ് ആണ്. ആത്മീകമായി ലിറ്ററിൽ എടുത്ത് നോക്ക്, കറക്റ്റ് ആണത്. ബെസ്റ്റ്. അതിനെപ്പറ്റി കേട്ടില്ലാത്തവരോട് ഞാൻ എന്തോ അപ്പൊ ഇത് പറയാനാണ്? ആത്മീയമായിട്ടുള്ള എടുത്തു. നിന്റെ യേശുക്രിസ്തു കന്യകയിൽ ജനിച്ചു എന്നുള്ള വാക്യം പ്രവചനം എവിടെ കിടക്കുന്നത്? അത് പറ. ഇവിടുത്തെ ടോപ്പിക് എന്താ?